നാഥൻ്റെ അനുകമ്പയ്ക്ക് പാത്രമാകുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതുമെല്ലാം അവനോട് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ തനിയെ ഒരു വിജനമായ സ്ഥലത്തേക്ക് വന്ന് അല്പം വിശ്രമിക്കുവിൻ എന്ന്. ശേഷം അവരെ പിന്തുടർന്ന ജനങ്ങളെ കണ്ടപ്പോൾ കർത്താവിന് അവരോട് അനുകമ്പ തോന്നി. ക്രിസ്തു അവരെ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. 4 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1, കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, വിജനമായ ഒരു സ്ഥലത്തേക്ക് സ്വയം വന്ന് അല്പനേരം വിശ്രമിക്കുക. കർത്താവ് പറയാതെ പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങൾ ചെയ്ത സുവിശേഷ വേലയും ആത്മീയ അധ്വാനവും നൽകലും അതിന് തത്തുല്യമായി തന്നെ നിങ്ങൾ വില നൽകേണ്ട ഒന്നാണ് വിജനതയിലുള്ള നിങ്ങളുടെ വിശ്രമവും പ്രാർത്ഥനയും. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ പരമപ്രധാനമായ പ്രാർത്ഥനയായിരുന്നു വിജനതയിലേക്ക് വന്ന് വിശ്രമിക്കുന്ന ഈ പ്രാർത്ഥനാനുഭവം. യേശുനാഥൻ അവർക്ക് 2 സമയങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്: ജോലി ചെയ്യേണ്ട സമയവും വിശ്രമിക്കേണ്ട സമയവും. പ്രാർത്ഥന എന്നത് നീ എന്തു ചെയ്താലും അത് ദൈവത്തോട് ചേർന്ന് ആണ് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുന്നതുമാണ്. കഠിനാധ്വാനത്തിൻ്റെ പ്രാധാന്യം മറ്റാരേക്കാളും നന്നായി യേശുവിന് അറിയാമായിരുന്നു. യേശുനാഥൻ പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ ഞാൻ ചെയ്യേണ്ടതുണ്ട്, കാരണം ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്. അതേസമയം വിശ്രമിക്കാനും സമയമെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ജോലിയിൽ ഏറ്റവും ഫലപ്രദരാകാൻ കഴിയൂ എന്ന് യേശുവിനറിയാമായിരുന്നു. യേശുവും ശിഷ്യന്മാരും നിരന്തരം തിരക്കുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിൻ്റെ മറുപുറം വിശ്രമം ആയിരുന്നു. 2, അവർ പോകുന്നത് ജനക്കൂട്ടം കണ്ടു. പലരും അവനെ അറിയുകയും എല്ലാ നഗരങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടുകയും ചെയ്തു. പരുഷമായ ജനക്കൂട്ടത്തെ ശിഷ്യന്മാർ എപ്പോഴും തിരിച്ചയക്കുവാൻ, പിരിച്ചുവിടുവാൻ ആഗ്രഹിച്ചു. എന്നാൽ യേശുവിന് അവരോട് അനുകമ്പ തോന്നി എന്ന്. ശിഷ്യന്മാർ ജനക്കൂട്ടത്തെ പലപ്പോഴും കണ്ടത് ഒരു വലിയ മെനക്കേടായും നിരന്തരമായ ആവശ്യങ്ങളുള്ളവരായുമാണ്. പ്രത്യേകിച്ചും ഇത്തരമൊരു സമയത്ത് അവരുടെ അർഹമായ വിശ്രമം ജനക്കൂട്ടം തടസ്സപ്പെടുത്തിയപ്പോൾ. എന്നാൽ യേശു അവരെ കണ്ടു മനസ്സലിഞ്ഞു. ഓരോ മുഖവും നമ്മുടെ മുന്നിൽ കടന്നു വരുന്നത് ഒരു ആവശ്യത്തെയോ വിശപ്പിനെയോ വേദനയോ പ്രതിഫലിപ്പിക്കുന്നതാണ്. പൂർണ്ണമായും മറ്റുള്ളവരെ കേന്ദ്രീകരിച്ച വ്യക്തിയായതിനാൽ സ്വന്തം ആവശ്യങ്ങളെക്കാൾ മറ്റൊരാളുടെ ആവശ്യങ്ങളിൽ യേശു കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിനെ കൂടുതൽ മറ്റുള്ള എല്ലാത്തിനെയും എല്ലാവരെക്കാളും സ്നേഹിക്കുകയെന്നാൽ മറ്റുള്ള എല്ലാവരും എല്ലാം എൻ്റെ സ്നേഹ സ്പർശനത്തിലും ദർശനത്തിലും കാഴ്ചപ്പാടിലും അനുകമ്പയിലും കടന്നു വരുന്നു എന്നതാണ് സത്യം. 3, അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നു. ഇടയനില്ലാതെ ആടുകൾ വളരെ കഷ്ടത്തിലാണെന്ന് യേശുവിന് അറിയാമായിരുന്നു. വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല. അവർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും കണ്ടെത്തുവാൻ പ്രയാസമാണ്. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലെ ആളുകളോട് അനുകമ്പയുള്ള യേശുവിന് ഓരോ വ്യക്തികളെയും വ്യക്തിപരമായി അറിയുവാൻ സാധിച്ചു എന്നതാണ് പ്രത്യേകത. അവർ ആഗ്രഹിച്ച് ഓടി വന്നത് ക്രിസ്തു അവരിൽ ആഗ്രഹിച്ചത് ആണ് എന്നതാണ് ക്രിസ്തു വിശ്രമത്തെക്കാളും അധികമായി അപ്പോൾ അവരുടെ ആഗ്രഹത്തെ ഇഷ്ടപ്പെടുവാൻ കാരണമായി തീർന്നത്. അനുകമ്പ എന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ അത്ര കണ്ട് വലുതായിരുന്നുവെന്ന് ക്രിസ്തുവിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അത് നൽകുവാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ഉള്ളിൽ നിറഞ്ഞു വന്ന സ്നേഹത്തിൻ്റെ പേരാണ് അനുകമ്പ. ആ സ്നേഹത്തിൽ നിന്നും വചനം പറയും, കർത്താവ് അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി എന്ന്. തൻ്റെ സ്നേഹത്തെക്കുറിച്ച്, തൻ്റെ അനുകമ്പയെക്കുറിച്ച്, പിതാവായ ദൈവത്തെക്കുറിച്ച്, അവർ സ്നേഹിക്കേണ്ടതും ആർജിക്കേണ്ടതുമായ ദൈവ സത്യങ്ങളെക്കുറിച്ചൊക്കെ. പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തുവിൻ്റെ അനുകമ്പ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന വ്യക്തികളായി മാറുവാൻ നമ്മുടെ ജീവിതത്തിൽ നന്മകളെ ആഗ്രഹിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.